ലെജൻഡ് പ്ലേയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2022 ടൊയോട്ട ഗ്ലാൻസ, അതിൽ ഈ കാണുന്ന കണക്ക് 360 നല്ല അടിപൊളിയായിട്ട് കാലിബ്രേഷനൊക്കെ ചെയ്ത 360 ആണ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഇത് ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ഓപ്ഷനിലും അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ ഓപ്ഷനിൽ ഓൾറെഡി ഇത് വരുന്നുണ്ട്. ഇത് ബേസ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാനൽ അളക്കുന്ന രീതിയും അതുപോലെ തന്നെ സെറ്റിൻ്റെ ഫുൾ ഡാഷ്ബോർഡിൻ്റെ എല്ലാം അഴിക്കുന്ന രീതിയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സ്റ്റീരിയോ എന്ന് പറയുന്നത് DSCയുടെ 2+32 എന്ന് പറയുന്ന വേരിയൻ്റാണ്. DSCയുടെ സ്റ്റീരിയോ ആണ്. ഫുള്ളി ആൻഡ്രോയിഡാണ്. എല്ലാത്തിനും ക്ലിപ്പുകളും കാര്യങ്ങളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോയുടെ ഭാഗം മാത്രമേ ഇളക്കാനാണ് സ്ക്രൂ വരുന്നത്. ഇത് വേറെ ഒരു വിധത്തിലുള്ള വയർ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. കാര്യം നമ്മളെല്ലാം കപ്ലർ ടു കപ്ലർ മാത്രമാണ്. ഇപ്പോൾ എല്ലാത്തിനും അവൈലബിൾ ആണ് സാധനങ്ങൾ. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് JBLൻ്റെ സ്പീക്കറാണ്. JBLൻ്റെ കൊയാക്സൽ സ്പീക്കറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. 4 സ്പീക്കറാണ്. 4 ഡോറിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ DSC എന്ന് പറയുന്ന ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. DSC ആൻഡ്രോയിഡ് സിസ്റ്റം, DSCയുടെ തന്നെ 360 ക്യാമറ പ്ലസ് വയറിംഗ് കിറ്റ്. ഇത് രണ്ടായിട്ടും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ മാത്രമായിട്ടും വയ്ക്കാൻ പറ്റും, 360 ക്യാമറ സെപ്പറേറ്റും എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചുള്ള കിറ്റാണ്. എല്ലാത്തും 360 കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് വരുന്നുണ്ട്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ചാൽ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. നയൻ ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. കാര്യം 9 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതുവരെയുള്ള പാനൽ അവൈലബിലിറ്റി. പുതിയ വണ്ടി ആയതുകൊണ്ട് 9 ഇഞ്ച് ആകുമ്പോൾ കറക്റ്റ് നമ്മുടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഫ്രണ്ട് റിയർ ക്യാമറ, ഇനി 2 സൈഡ് ക്യാമറയുടെ കൂടെ കാണിച്ചില്ല. മിററിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ ക്യാമറ വരുന്നത്. അപ്പോഴാണ് 4 ക്യാമറയും കറക്റ്റ് ആവുള്ളൂ. 2 മിററിൻ്റെ അടിയിൽ, പിന്നെ ഫ്രണ്ട് എംബ്ലത്തിൻ്റെ താഴെ, ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ താഴെ, അങ്ങനെയാണ് 4 ക്യാമറകൾ വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് പക്ക കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്ലാരിറ്റി അതുപോലെ തന്നെ നമ്മൾ നല്ല നൈറ്റ് വിഷനുമാണ്, വാട്ടർ പ്രൂഫ് ക്യാമറാസുമാണ്. അതുപോലെ തന്നെ നല്ല ക്ലിയർ, നല്ല ഫുൾ HD ആയിട്ട് കിട്ടുകയും ചെയ്യും. അത് നമുക്കിപ്പോൾ വീഡിയോ കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് GPS-നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ FM ആൻറ്റിന കണക്ഷൻ, പവർ കപ്ലറുകൾ, പിന്നെ 4 ക്യാമറ വരുന്ന കപ്ലറുകൾ, എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മളങ്ങ് കയറ്റി ലോക്ക് ചെയ്തിട്ട് ബാക്കി നേരത്തെ ഇളക്കി കളഞ്ഞ നമ്മളെ പാനലുകളെല്ലാം തിരിച്ച് അതേ കണക്ക് തന്നെ ഫിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇതാണ് ഫൈനൽ ഫിനിഷിങ്. നല്ല അടിപൊളിയായിട്ട് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 9 ഇഞ്ച് സ്ക്രീനിൽ 360 ബേർഡ് വ്യൂ. ഇതാണ് ഇത് നമ്മൾ നേരത്തെ കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുമ്പാണ്. നമ്മൾ കാലിബ്രേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ആയിരിക്കും വ്യൂ, ബേർഡ് വ്യൂ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയാണ് മിക്കയിടത്തും ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ കാലിബ്രേഷൻ ചെയ്യാതെയാണ് എല്ലാവരും ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ട് ഇതുപോലെ മാറ്റൊക്കെ ഇട്ട് കറക്റ്റ് 3D ചെയ്യുന്ന മാറ്റ് ഇതാണ്. ഈ മാറ്റൊക്കെ ഇട്ട് വേണം കാലിബ്രേഷൻ ചെയ്യാൻ. എന്നാലേ നമുക്ക് അത് അളവൊക്കെ എടുത്ത് ടേപ്പൊക്കെ വെച്ച് അളവൊക്കെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് തുല്യമായിട്ടുള്ള ഫ്രണ്ട് ബാക്ക് എല്ലാം കറക്റ്റായിട്ട് വെച്ച് മാറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ കാലിബ്രേഷൻ ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഇത്. നമ്മൾ വണ്ടിയുടെ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതല്ല ഫ്രണ്ട് തന്നെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇത് റൈറ്റ് സൈഡ് വ്യൂ, ഇത് സെൻറ്റർ വ്യൂ, പിന്നെ ഉള്ളത് 3D വ്യൂ. ഇതാണ് 3D വ്യൂ. നമ്മുടെ വണ്ടി ഫുൾ ചുറ്റും കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ, ഇതിപ്പോൾ സെഡാൻ വണ്ടിയുടേതാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും, നമുക്ക് നമ്മുടെ വണ്ടി ഹാച്ച് ബാക്ക് ആണെങ്കിൽ നമുക്ക് ഹാച്ച് ബാക്ക് കൊടുക്കാം, SUV ആണെങ്കിൽ SUV കൊടുക്കാം. അങ്ങനെ എല്ലാ മോഡലിലും ഉണ്ട്. ഇതേപോലെ നമുക്ക് വിരൽ വെച്ച് തന്നെ ടച്ച് സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ ഒരു ഡ്രോൺ ക്യാമറ നോക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ നോക്കി കാണാൻ പറ്റും. എന്നിട്ട് കാർ മോഡൽ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കാർ മോഡൽ കണ്ട് ഇതേപോലെ ഹാഷ് ബാക്ക് ഇട്ടിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഹാഷ് ബാക്ക് അല്ലേ വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ മാത്രമായിട്ട് വരും. അതുപോലെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡ് വ്യൂ മാത്രം വരും. പിന്നെ ഇവിടെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വ്യൂ വന്നോളും. പിന്നെ എപ്പോഴും പ്രയോറിറ്റി എപ്പോഴും ഫ്രണ്ട് ആയിരിക്കും. അതിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്പറുണ്ട്.